നമസ്കാരം. പുഷ്പപ്രിയനാണ് ശിവഭഗവാൻ. ദേവന്മാരും ഋഷികളും മനുഷ്യരും നാനാവിധ പൂക്കൾ കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പുഷ്പങ്ങളുടെ പല നാമങ്ങളിൽ ഭഗവാൻ കുടികൊള്ളുന്നു. എന്നാൽ ദേവന്മാർക്കും ഋഷികൾക്കും പോലും അപ്രാപ്യമായ യുഗയുഗങ്ങളിലായി ഒരിക്കൽ മാത്രം ഒരേ ഒരു പൂ ഭൂമിയിൽ പൂക്കുന്ന ഒരിടത്ത് ആ ദേവമലരനായി കാത്തിരിക്കുന്ന ഭഗവാനെ പറ്റിയും ക്ഷേത്രത്തെപ്പറ്റിയും മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ തായിനം നല്ലാൾ സമേത ഏകപുഷ്പ പ്രിയനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ തിരുച്ചി മുസിരി പാതയിൽ ഗുണശീലത്തിനടുത്ത് തിരുത്തിയമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ ഏകപുഷ്പ പ്രിയനാഥർ എന്നും ദേവി ശ്രീപാർവതി തായിൻ നല്ലാൾ എന്നിങ്ങനെയുള്ള വ്യത്യാസ നാമങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു. തിരുത്തിയമല എന്ന് പറയുന്നെങ്കിലും സമുദ്രനിരപ്പിൽ നിന്നും സുമാർ 200 മീറ്റർ പൊക്കത്തിലുള്ള ഒരു ചെറിയ പാറക്കുന്നാണിത്. തിരുത്തുതൽ എന്നാൽ തമിഴിൽ തെറ്റുകൾ ശരിയാക്കുന്നത് എന്നാണ് അർത്ഥം. മനുഷ്യരുടെ പാപങ്ങൾ നിവൃത്തി ചെയ്ത് മുക്തി അടയാൻ പ്രാപ്തമാക്കുന്ന സ്ഥലം എന്നാണ് തിരുത്തിയമല എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ വിസ്താരമായ നിലപ്പരപ്പുകളും മലക്കുന്നുകളാലും ചൂഴപ്പെട്ട ഒരു സ്ഥലമായിരുന്നു തിരുത്തിയമല. ഈ കോവിലിന് തിരുദേശമല, തിരുതേജോമല എന്ന നാമങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ള പൗർണമി ഗിരിവലം വളരെ പ്രസിദ്ധിയുള്ളതാണ്. അഗസ്ത്യ മഹർഷി 1 കോടി പ്രാവശ്യം തിരുത്തിയമലയെ ഗിരിവലം ചെയ്തതായി സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഭക്തർ തിരുത്തിയമലയെ പൗർണമി ദിവസം 1 പ്രാവശ്യം ഗിരിവലം ചെയ്താൽ 100 ആൽമരം, 1000 വില്വമരം, 10000 വന്യമരം, 1,00,000 വേപ്പുമരം എന്നിവയെ പ്രദക്ഷിണം ചെയ്താലുള്ള ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. യുഗയുഗാന്തരങ്ങളിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം പൂക്കുന്ന ഒറ്റ പൂവായ ദേവ അർക്കവല്ലി മലരെ ഭഗവാൻ പ്രിയത്തോടെ ചൂടിയതിനാൽ ഇവിടെ മൂലവരുടെ നാമം ഏകപുഷ്പ പ്രിയനാഥർ എന്നായി മാറി. ഇവിടെയുള്ള അമ്പാൾ മാതാവിനേക്കാളും അധികം കരുണ കാണിക്കുന്നതിനാൽ തായിൻ നല്ലാൾ എന്ന നാമം വന്നു. എത്രയോ അതിശയങ്ങളും പുണ്യങ്ങളും നിറഞ്ഞ ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഐതിഹ്യങ്ങൾ അടുത്തറിയുമ്പോൾ മാത്രമാണ് എത്ര വിലമതിക്കാനാവാത്തതാണ് അതെല്ലാമെന്ന് നാം മനസ്സിലാക്കുന്നത്. ഭഗവാൻ ശ്രീപരമേശ്വരൻ, പുഷ്പവനനാഥർ, പുഷ്പവനേശ്വരർ, നാറുമ്പൂനാഥർ എന്നിങ്ങനെ പല നാമങ്ങളിൽ പൂക്കളുടെ പേരിൽ കുടികൊള്ളുന്ന എത്രയോ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രശസ്തി എന്തെന്നാൽ 48 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നതും മനുഷ്യരുടെ കണ്ണിൽ പെടാത്തതുമായ മകരന്ദ പുഷ്പം പോലെ യുഗയുഗങ്ങളിലായി ഒരിക്കൽ മാത്രം ദേവ അർക്കവല്ലി എന്ന ഒരൊറ്റ പൂ പൂക്കുന്ന വറ്റാത്ത ദിവ്യമായ തീർത്ഥമുള്ളതും ഈ പൂവിനായി ശിവഭഗവാൻ കാത്തിരിക്കുന്നതുമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരു മഹാശിവരാത്രി ദിവസം ദേവലോകത്തിലുള്ള ഋഷികളോട് പല യുഗങ്ങൾക്കൊടുവിൽ ഒരേ ഒരു പ്രാവശ്യം ഒരേ ഒരു പൂ മാത്രം പൂക്കുന്ന ദേവ അർക്കവല്ലി എന്ന മലരിനാൽ ശിവപൂജ ചെയ്താൽ ലോകത്തുള്ള എല്ലാ മലറുകളാലും ശിവഭഗവാനെ പൂജിച്ച ഫലം കിട്ടും എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഇത് കേട്ട മഹർഷിമാർ ശിവപൂജയിൽ ഉത്തമനായ ഭൃഗു മഹർഷിയെ കണ്ട് ആ പുഷ്പം കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്രകാരം ആ പുഷ്പം ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കി ഭൃഗു മഹർഷി ഭൂമിയിലെത്തി അത് ദർശിക്കണമെന്ന് ആഗ്രഹിച്ച് ഭൂമിയിൽ പലയിടത്തും തപസ്സനുഷ്ഠിച്ചു. ഇതിനായി സിംഗംപുണരിക്കടുത്ത് തിരുക്കളമ്പൂരിൽ തപസ് ചെയ്യുമ്പോൾ ഒരു വാഴമടൽ പ്രത്യക്ഷപ്പെട്ട് ബിരാൻമല, കാളക്കുടി, നെടുങ്കുടി വഴിയായി ഭൃഗുമഹർഷിക്ക് വഴി കാണിച്ച് ഒടുവിൽ തിരുത്തിയമല എത്തിയതും മറഞ്ഞു. ആ സമയത്ത് അഗസ്ത്യ മഹർഷിയും പത്നി ലോപമുദ്രയും തിരുത്തിയമലയെ ഗിരിവലം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൃഗുമഹർഷി അഗസ്ത്യരോട് ദേവ അർക്കവല്ലി മലരിന്റെ രഹസ്യത്തെപ്പറ്റി കേട്ടറിഞ്ഞു. വീണ്ടും ശിവലോകം പോയി ഋഷികളോട് തിരുത്തിയമലയെപ്പറ്റി പറയുകയും ആ ദിവ്യപുഷ്പം കാണാനായി വീണ്ടും തപസ്സിലേർപ്പെടുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ഭൃഗു മഹർഷി വീണ്ടും തിരുത്തിയമലയിലേക്ക് വന്നു. അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്ന അഗസ്ത്യ മഹർഷിയോട് ഈ മലയെപ്പറ്റിയുള്ള ചില രഹസ്യങ്ങളും സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കി അവരുടെ കൂടെ മലയെ ഗിരിവലം വന്നുകൊണ്ടിരുന്നു. ആ സമയം മലയിൽ ഒരു വലിയ മരവും ആയിരക്കണക്കിന് പറവകളെയും കണ്ട അഗസ്ത്യർ താൻ ഗിരിവലം വന്നപ്പോൾ ഈ വലിയ മരവും പറവകളും അവിടെ ഇല്ലായിരുന്നെന്നും ഏതോ ഒരു വലിയ അതിശയം നടക്കാൻ പോവുകയാണെന്നും ലോപമുദ്രയോടും ഭൃഗുമഹർഷിയോടും പറഞ്ഞു. മഹാശിവരാത്രി ദിവസമായ അന്ന് ആ മരത്തിലുണ്ടായിരുന്ന പറവകളെല്ലാം ഓം നമഃശിവായ എന്നുച്ചരിച്ചുകൊണ്ട് പെട്ടെന്ന് പറന്നകന്നത് മൂവരും കണ്ടു. അഗസ്ത്യർക്ക് പക്ഷികളുടെ ഭാഷ വശമുണ്ട്. ഈ പക്ഷികൾ ദേവ അർക്കവല്ലിപ്പൂ വിരിഞ്ഞത് കണ്ടതിനാൽ ശിവലോകം ചെല്ലുകയാണെന്ന് അഗസ്ത്യർ ഇരുവരോടും പറഞ്ഞു. പറവകൾക്ക് കിട്ടിയ സൗഭാഗ്യം തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഭൃഗുമുനി ആകുലപ്പെട്ടു. അപ്പോൾ അഗസ്ത്യർ ആദ്യമായി ഭൃഗുമഹർഷിയെയും ലോപമുദ്രയെയും തിരുത്തിയമലയിലെ കുന്നിൻ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ദിവ്യ തീർത്ഥത്തിൽ ദേവ അർക്കവല്ലിപ്പൂവിന്റെ പ്രതിബിംബം കണ്ട് മൂവരും ആനന്ദമടഞ്ഞു. ഉടനെ ആ പൂ വായുവിലൂടെ സഞ്ചരിച്ച് അപ്രദർശ്യമായി. ഇത് ദർശിച്ച് നിർവൃതിയിലാണ്ടിരുന്ന മൂവർക്ക് മുന്നിലേക്ക് ദേവ അർക്കവല്ലിപ്പൂ ചൂടിക്കൊണ്ട് ശിവഭഗവാൻ സ്വയംഭൂവായി ദർശനം കൊടുത്തു എന്നും പിന്നീട് ഇവിടെ കുടികൊണ്ടു എന്നുമാണ് ഐതിഹ്യം. കോടിപുഷ്പ ആദി മഹാമഹ തീർത്ഥം എന്നറിയപ്പെടുന്ന ഏതുകാലത്തും വറ്റാത്ത ഈ തീർത്ഥം ക്ഷേത്രത്തിന്റെ പ്രകാരത്തിലുണ്ട്. ഈ യുഗത്തിൽ ഒരു ദേവ അർക്കവല്ലിപ്പൂ വിരിയുന്നത് കാണാൻ മനുഷ്യരാൽ സാധിക്കുമോ എന്നത് സംശയം. ഏകദേശം 5000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കോട്ടമതിൽ പോലെ ചുവരുകളുള്ളതും കൊടിമരവും രാജഗോപുരവും ഇല്ലാത്ത ഈ പുരാതന ക്ഷേത്രത്തിലേക്ക് കയറുവാൻ 20ഓളം പടികളുണ്ട്. ക്ഷേത്ര മുൻവശത്ത് വിനായകർ സന്നിധി. ഈ ക്ഷേത്രം ആദിത്യ ചോഴൻ, വിക്രമ ചോഴൻ, രണ്ടാം രാജേന്ദ്ര ചോഴൻ എന്നിവർ തിരുപ്പണികൾ ചെയ്തതായും
ഒടുവിൽ 1883 ചെന്നൈ ഭരിച്ച ചെന്നപ്പ നായ്ക്കരാലും നക്കന നായ്ക്കരാലും പുനർനിർമ്മാണം ചെയ്യപ്പെട്ടതായി ക്ഷേത്രത്തിലെ ശിലാഫലകങ്ങളിൽ നിന്നും വ്യക്തമാണ്. 2014 ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. പടികൾ കയറി മുകളിലെത്തിയാൽ ആദ്യം തായാർ സന്നിധിയാണ്. ദേവി തനി സന്നിധിയിൽ തായിൻ നല്ലാൾ എന്ന നാമത്തോടെ അനുഗ്രഹം ചൊരിയുന്നു. ദേവിക്ക് മാതൃ അതീത കരുണാംബികെ, സുരുൾ കുഴലി എന്നെല്ലാം നാമങ്ങളുണ്ട്. സ്ത്രീദോഷങ്ങൾ മാറാൻ ഭക്തർ ദേവിയെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഭഗവാന്റെ സന്നിധി. ഇവിടെ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീ പരമേശ്വരൻ ഏകപുഷ്പപ്രിയനാഥർ എന്ന നാമത്തിൽ സ്വല്പം വലിയ ശിവലിംഗ തിരുമേനിയായി സ്വയംഭൂവായി ഭക്തർക്ക് ദർശനം തരുന്നു. ശിവലിംഗത്തിന് അല്പം ചരിവുണ്ട്. ഭക്തർ നൽകുന്ന പുഷ്പങ്ങൾ ഏറ്റുവാങ്ങാൻ ഭഗവാൻ ശിരസ് ചരിച്ചിരിക്കുകയാണെന്നാണ് ഐതിഹ്യം. തൃക്കണ്ണയോടെയുള്ള ദ്വാരപാലകർ ഈ ക്ഷേത്രത്തിൽ മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്. ഈ ശിവലിംഗത്തിന് തിങ്കളാഴ്ചകളിൽ വില്ലും കൊണ്ടും ശിവലിംഗ പീഠത്തിന് തുളസി കൊണ്ടും അർച്ചന ചെയ്താൽ ബ്രഹ്മഹത്യാ ദോഷം നീങ്ങും. 11 വാരം ഇങ്ങനെ വഴിപാട് ചെയ്താൽ ആഗ്രഹിച്ചത് നിറവേറും. തീർപ്പ് കിട്ടാത്ത പല പ്രശ്നങ്ങൾക്കും ഈ വഴിപാട് ചെയ്ത് തീർപ്പ് കിട്ടിയതായാണ് ഭക്തജനഭാഷ്യം. ഒരേ ഒരു താമരപ്പൂ ഭഗവാന് നിവേദിച്ചാൽ പോലും പുഷ്പപ്രിയനായ ഭഗവാൻ അത് ഏറ്റെടുത്ത് കരുണക്കടലായി അനുഗ്രഹം ചൊരിയുമെന്നത് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ഭക്തർ ദോഷങ്ങൾ മാറാൻ ഗിരിവലപാതകളിലെ പാറകളിൽ കോലമിട്ട് ഭഗവാന് വസ്ത്രം ചാർത്തി സാമ്പാർ സാദം നിവേദിച്ച് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ പാദദർശന ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ എത്ര കഠിനമായ പരീക്ഷകളിലും വിജയം ഉറപ്പ് എന്ന വിശ്വാസത്താൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കായി ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. അതേപോലെ ഒരേ ശിലയിലുള്ള ഉമാമഹേശ്വരർക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം നീങ്ങും, പിരിയാൻ തുടങ്ങുന്ന ദമ്പതികൾ ഒന്നുചേരും എന്നും വിശ്വാസമുണ്ട്. ഇവിടെയുള്ള അധികാര നന്ദി കൽജനലിൽ കൂടി ഭഗവാനെ ദർശിക്കുന്ന രൂപത്തിലാണ്. സ്ഥലവിനായകർ, വലമ്പുരി വിനായകർ, ശെൽവ വിനായകർ എന്നിങ്ങനെ 3 വിനായകരും ക്ഷേത്രത്തിലുണ്ട്. കോവിലിന്റെ അടിവാരത്തിൽ ആൽമരത്തിനടിയിൽ അയ്യനാർക്കും വേറൊരു ഭാഗത്ത് മാരിയമ്മനും കുറച്ചു മാറി അഗ്രഹാര വിനായകർക്കും സന്നിധിയുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാലക്ഷ്മി, ദുർഗ, ചണ്ഡികേശ്വരർ, വള്ളിദേവ്യാനി സമേത സുബ്രഹ്മണ്യർ, ശത്രുസംഹാര മുരുകൻ, നവഗ്രഹങ്ങൾ, സൂര്യൻ, കാലഭൈരവർ, വിശ്വനാഥർ, വിശാലാക്ഷി, സപ്തകന്യകകൾ, പ്രദോഷനന്ദി എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം കോടിപുഷ്പ ആദി മഹാമഹ തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരുകാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി കൂടാതെ ആരുദ്ര ദർശനം, മഹാശിവരാത്രി, വിനായക ചതുർത്ഥി, മഹാസങ്കടഹര ചതുർത്ഥി, നവരാത്രി 9 നാൾ, കന്ദഷഷ്ടി, തൃക്കാർത്തിക എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്ന് 35 കിലോമീറ്റർ, മുസിരിയിൽ നിന്ന് 17 കിലോമീറ്റർ, തിരുത്തിയമല ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എലമനൂർ, കുളിത്തല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.